ഒരു ദർഗ കണ്ടോ, ഏതോ ഒരു ഉത്തരേന്ത്യയിലെ ദർഗ എടുത്തിട്ട് കൊടുത്തിട്ട് റസൂലുള്ളാഹിന്റെ ഖബറാണെന്ന് പറഞ്ഞിട്ട് ആരാത് കണ്ടോലില്ലത്? മദീനത്ത് പോയാൽ കാണുമോ? ചില മുസ്ലിയാക്കന്മാര് പറയും വഹാബികളൊക്കെ ഹജ്ജിന് പോയാൽ റസൂലിന്റെ റൗള കാണൂലട്ടോ. നബ്ബല് കാണുന്നുണ്ട് വിചാരിക്കും. നമ്മളൊന്നും കാണാത്ത സ്പെഷ്യൽ സ്ഥലത്ത് ഇവർക്ക് മദീനത്ത് ബല കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. ആര് പോയാലും ഒരു ദ്വാരം മാത്രമേ കാണാം. അത് മദീനയിൽ ജീവിച്ചിരിക്കുന്നവരിൽ തന്നെ ഒരു ചെറിയ വിഭാഗം ആളുകൾ, 1-2 വ്യക്തികളോ മറ്റോ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ അത് ഇറങ്ങി കണ്ടിട്ടുള്ളൂ. അതാകെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്നത് ആയിഷ ബീവിയുടെ വീട്ടിനുള്ളിലാണ്. അവിടുന്ന് പാഞ്ചി അല്ലാന്നും പറ്റൂല, ഒരു ഓട്ട മാത്രം ഉണ്ടാകുക. ആ ഓട്ടയെ കൂടി ഇങ്ങനെ നോക്കാം, കൈയിട്ട് മാന്താനോ കോലിട്ട് കുത്താനോ ഒന്നും പറ്റൂല. ഇവിടുന്ന് മുസ്ലിയാക്കന്മാരെ വിചാരം നമ്മളിവിടുത്തെ ചോട്ടാ ഔലിയാക്കന്മാരെ ഖബറൊക്കെ എത്ര ഉണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബർ എത്ര ഉണ്ടാവും? അവിടുത്തെ ഭണ്ഡാരത്തിന്റെ വലിപ്പത്രയിക്കാരം അവിടെ കന്യാസു എണ്ണി എത്ര ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചാ പോവുക. അവിടെ ചെന്ന് നോക്കുമ്പോ ഭണ്ഡാരമല്ല കന്യാസും ഇല്ല. ഒരു സുന്നി പോയി എന്നിട്ട് പറഞ്ഞത് ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തുള്ള പെട്ടി പൈസ ആളാ. അപ്പൊ ഒപ്പം പോയാല് ഞങ്ങളൊന്നും ഇട്ടില്ലല്ലോ. അതൊക്കെ ഉസ്താദിന്റെ അടുത്ത് നിൽക്കണടോ, എന്നാലേ സാധിക്കുള്ളൂ. എന്നിട്ട് ചിട്ട എവിടെയത്? ഞാൻ അതിന്റെ അടുത്ത് കണ്ടെത്തുമ്പോ ഉസ്താദ് ഇങ്ങോട്ട് കൊണ്ട ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞു. മൂപ്പര് ഈസി കെട്ട. അവിടെ അങ്ങനെ ഒരു പെട്ടിയെന്നല്ല, മദീനത്തുമില്ല മക്കത്തുമില്ല. ഇവിടുന്ന് 100 റുപ്യ പോകും. ഇവന്റെ 100 റുപ്യ ഇട്ടിട്ടുള്ള അവിടെ പാതിരാജാവിനും അബ്ദുള്ളാക്കും ഒക്കെ അവിടെ എവിടെയും പെട്ടില്ല. മക്കത്തുമില്ല മദീനത്തുമില്ല, എവിടെയും പെട്ടില്ല. അപ്പൊ ഇവിടെ പെട്ടിട്ട് കാശുണ്ടാക്കി ജീവിച്ചോല് അവിടെ പോകുക. എന്നിട്ട് ഈ ഖബർ കാണിച്ചിട്ട് ഇതാണ് റസൂലുള്ളാഹിന്റെ ഖബർ എന്ന് പറഞ്ഞ് കാണിക്കാണ്. റസൂലുള്ളാഹിന്റെ ഖബർ ഒരു ചാണിയധികം ഉയർത്തിയിട്ടില്ലെന്ന് പള്ളി ദർശനത്തിൽ കിതാബുകളിൽ പോലും നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? മാത്രമല്ല ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സഹാബികളുടെ ഖബർ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ബഖീയിലെ മദീനത്തെ ഖബർസ്ഥാനെ സംബന്ധിച്ച് ബഖീ ഖബർസ്ഥാനിൽ തകർക്കപ്പെടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഈ പുസ്തകത്തില്. അതിൽ കുറെ കുമ്പകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതാ ബഖീ ഖബർസ്ഥാനിൽ തകർക്കപ്പെടുന്നതിന് മുമ്പ് കുറെ കുമ്പകൾ ഉണ്ടായിരുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം മക്കത്തും മദീനത്തൊക്കെ ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ട് വലം അറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസതൻ, മുഹാജിറുകളും അൻസാരികളുമായ സഹാബികളിൽ ഒരാളുടെ ഖബറും കുമ്മായം തേച്ച് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടത്. യഥാർത്ഥത്തിലുള്ള ബഖീനെ സംബന്ധിച്ച് ഹജ്ജിന്റെ കാസറ്റിന്റെ ഒരു ഭാഗം നിങ്ങൾ കേട്ടോളി. ويسن لك بعد ذلك زيارة قبور أهل البقيع التي تضم العديد من الصحابة، ومنهم الخليفة الثالث عثمان بن عفان رضي الله عنه، وكذلك زيارة قبور شهداء أحد، ومنهم سيد الشهداء حمزة بن عبد المطلب، تسلم عليهم وتدعو لهم كما علم النبي صلى الله عليه وسلم أصحابه أن يقولوا عند زيارة القبور: السلام عليكم أهل الديار من المؤمنين والمسلمين، وإنا إن شاء الله بكم لاحقون، نسأل الله لنا ولكم العافية. നമ്മൾ മദീനയിലെ ഹജ്ജിന് ചെന്നാലേ അവിടെ നമുക്ക് സിയാറ മശ്റൂഅ, അവിടുത്തെ പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുള്ള ശരീഅത്തിൽ അംഗീകരിക്കപ്പെട്ട ചില സ്ഥലത്ത് സിയാറത്ത് ചെയ്യാം. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ബഖീ ഖബർസ്ഥാൻ. ഇവർ ജന്നത്തുൽ ബഖീ എന്ന് പറയും, ഷിയാക്കളിട്ട പേരാ. ബഖീയിൽ മറമാടപ്പെട്ടവർ മുഴുവൻ സ്വർഗത്തിലാണെന്ന ഷിയാ വിശ്വാസത്തിന്റെ പേരിൽ അവരിട്ട പേരാ ജന്നത്തുൽ ബഖീ. യഥാർത്ഥത്തിലുള്ള പേര് ബഖീഉൽ ഖർഖദ് എന്നാണ്. അവിടെ ഒരൊറ്റ ഖബർ നമുക്ക് തിരിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഖബർ അവിടെ ഉണ്ട് എന്ന് പറയല്ല, അത് ഏതാണെന്ന് പറയാൻ കഴിയില്ല. കുറെ കല്ലുകൾ മാത്രം അങ്ങനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉഹദ് മല കാണാൻ വേണ്ടി നമ്മൾ പോകുമ്പോ ഉഹദ് യുദ്ധം നടന്നതിന്റെ അപ്പുറത്ത് സയ്യിദ് ശുഹദാ ഹംസത്ത് എന്നവരെ ഖബറുണ്ട്. അവിടെയൊക്കെ നമുക്ക് എന്തേ പഠിപ്പിച്ചിട്ടുള്ളൂ? അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. കണ്ടോ, ഈ ഖബറിലുള്ള മുഅ്മിനുകളും മുസ്ലിങ്ങളുമായവരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരേണ്ടവരാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യം ലഭിക്കാൻ ഞങ്ങൾ അല്ലാഹുവോട് ചോദിക്കുന്നു. അതാണ് ഏത് ഖബർസ്ഥാൻ കാണുമ്പോഴും നമ്മൾ പറയേണ്ടത്. അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതാണ് മദീനത്ത് പോകുമ്പോൾ നമ്മൾ പറയേണ്ടത്. റസൂലുള്ളാഹിന്റെ ഖബറൊക്കെ ചെല്ലുമ്പോ അങ്ങനെ നടന്നങ്ങോട്ട് പോകുമ്പോൾ ഒരു ദ്വാരം മാത്രമാണ് കാണുക. ആ ദ്വാരത്തിന്റെ അടുത്തെത്തുമ്പോ എന്താ പറയേണ്ടത്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക യാ ഉമർ അൽ ഫാറൂഖ്. ഇത് പറയലാ സഹാബികള്. ഇത് മാത്രമേ സഹാബികൾ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോ തന്നെ ഏൽപ്പിക്കല. എന്റെ അമ്മൂട്ടിയെ നമ്മളെ കുഞ്ഞിമാക്ക് കല്യാണം വന്നില്ലട്ട, നിക്കാവ് വന്നില്ല, ഒന്ന് പറയണം അവിടുന്നിട്ടാ. എന്റെ വയറുവേദനന്റെ കാര്യം ഒന്ന് പറയണട്ടാ.
ആ റൗദങ്ങ് വെച്ചിട്ട് എന്റെ സലാം ഒന്ന് റസൂല് കൊടുക്കണം കേട്ടോ. റസൂലുള്ളാഹിക്ക് സലാം കൊടുത്തേക്ക്. നമ്മൾ ഓരോ അത്തഹിയ്യാത്തിലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുന്നുണ്ട്. അതാരെങ്കിലും കൊണ്ടേ കൊടുക്കാൻ പോലുണ്ടോ? എന്നാ ഓരോ മഹലിൽ ഒരാളെങ്കിലും അയക്കണ്ടേ? മഹലിലത്തെ സലാമൊക്കെ കൊണ്ടേ കൊടുക്കാം. കോയിച്ചനക്കാരെല്ലാരും കൂടി പിരിവിട്ടിട്ട് കോയിച്ചനക്കാരെ സലാം കൊല്ലം മദീനത്തെത്തിക്കാൻ. സുഹൃത്തെ, അതിന് അല്ലാഹു തന്നെ ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹീന യുബല്ലിഗൂന അൻ ഉമ്മത്തി അസ്സലാം. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ചുറ്റി നടക്കുന്ന അള്ളാഹുവിന്റെ ചില മലക്കുകളെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മത്ത് എനിക്ക് ചൊല്ലുന്ന സലാം അവരെനിക്ക് എത്തിക്കുന്നതാണ്. റസൂലുള്ളാഹിക്ക് ഇവിടുന്ന് സലാം ചൊല്ലിയാൽ അവിടെ കേൾക്കൊന്നുമില്ല. അതുകൊണ്ടാണ് മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കണ്ടോ, നിങ്ങൾ എവിടെ വെച്ചായാലും എനിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലണം, ആ സ്വലാത്ത് എനിക്ക് എത്തുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് സ്വലാത്തും സലാമൊന്നും കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് എത്തിക്കാനുള്ള ഏർപ്പാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് പോകുന്നവരടുത്ത് സലാം കൊടുത്തയക്കുന്നത് പൊട്ടത്തരമാണ്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഓരോ നിസ്കാരം